യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ രാജസ്ഥാനിലേക്കുള്ള യാത്രയിൽ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ റാഷിദ് മാഷിൻ്റെ കൂടെ ഒക്കെ മാഷോടെ ആക്കിയെന്ന മാഷ് ഇപ്പോൾ പോകും. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ള യാത്രികർ. എല്ലാവരും മാഷന്മാർ തന്നെയാണ്, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള മാഷന്മാരാണ്. ഒക്കെ നമ്മൾ ട്രെയിൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ട്രെയിൻ എത്തി. സൂര്യൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത നല്ല ഹോം മെയ്ഡ് സമൂസ ഉണ്ട് ഗായ്സ്. അടുത്ത സാധനം ഇതാണ് നമ്മളെ ലാലു. എങ്ങോട്ട് വരെ അടിപൊളിയാണ്. പിന്നെ തലങ്ങോട്ട് പൊന്തി പുറത്തേക്കാക്കി സുഹേലേ. ഇതാണ് സുഹേലി, ഇതാണ് ആ ചങ്ങായി. നമ്മുടെ രാത്രി ഭക്ഷണം കഴിച്ചു. ബിരിയാണി, പൊറോട്ട, ബീഫ് ഒക്കെ ഷാമുണ്ടോ. ഞാൻ ഇസാമിനായി പറയണേ, കേക്കണ്ട്. സുഹേലി സുഹേലി പേര് മാറി ബീഫും അല്ലേ? അതെ, അടിപൊളി. നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസമാണ്. എല്ലാവരും രാവിലെ എണീറ്റു ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മീമന അല്ലെങ്കിൽ എന്നോട് കൊണ്ടേ സ്നേഹമുള്ളേ. എന്താ മീമോടേ എന്താ ബ്രെഡുണ്ട്, ജാമുണ്ട്. ബ്രെഡുണ്ടേ, ബ്രെഡ്, ജാമ്. AC വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, പുറത്താണ് ഇതിനേക്കാളും തണുപ്പ്. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ രാവിലെ കഴിക്കുന്നത് ബ്രെഡും ജാമാണ് കേട്ടോ. കിർമി വടാപ്പാവ് ഉണ്ട്, ഇഷാമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ നമ്മള് പോകുന്ന വഴിയിൽ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. വലിയ കൂറ്റം ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ഇവിടെ എല്ലാവരും വാശിയേറിയ ഒരു പീക്കിന് സാധനം വന്ന് വീഡിയോ അങ്ങനെ നമ്മള് സൂറത്തിൽ നിന്നും സ്വിഗ്ഗി വഴി ഭക്ഷണം ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമീർ എങ്ങണ്ടേ? സൂപ്പർ. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര ഇപ്പോൾ വടോദര ജംഗ്ഷൻ പിന്നിട്ടു. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. യാത്രയിൽ എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയ ആളാണ് നജാത്ത് മുതുപറമ്പിന്റെ അല്ലേ സ്റ്റുഡന്റ് ഒക്കെ അന്ന് ഞാൻ ഇല്ലല്ലോ ഉണ്ടായിനോ? പരീക്ഷക്ക് നിന്നെ പരീക്ഷ പൊട്ടിച്ചാളാ. ഞാനൊക്കെ ആയോണ്ട് ചെന്ന് കഴിച്ചില്ലായി. ഫസ്റ്റ് പരീക്ഷ പൊട്ടിച്ച്, പിന്നെ പരീക്ഷ ജയിപ്പിച്ച്. നല്ല നമ്മളെ സ്റ്റുഡന്റ് ആണ് കേട്ടോ ജാതി. എന്റെ ഫ്രണ്ടാണ് പേരെന്തേനി? ആദിലോ? ആദിൽ. എന്റെ പേരോ? അതെ, കഴിഞ്ഞ റീല് നമ്മള് ഫേമസ് ആയി. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ ട്രെയിന് ഇവിടെത്തി കോട്ടയിലേക്ക് ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങും, എന്നിട്ട് കൊതുകിനെ ആട്ടിക്കൊടുക്കും. ഇപ്പോൾ കോട്ട റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. നല്ല തണുപ്പാണ്, ഒരുപാട് യാത്രികരും ഒക്കെ ഇവിടെ കിടന്ന് ഇറങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ റൂം തേടി അലഞ്ഞ് നടക്കുകയാണ്. നമുക്ക് റൂം ബാക്കിൽ കാണുന്ന സിദ്ധാർത്ഥ് എന്നുള്ള ഹോട്ടലിൽ റൂം കിട്ടിയിട്ടുണ്ട്. 1500 രൂപയാണ് പറഞ്ഞത്, 8 ആൾക്ക് കേട്ടോ. എന്താ ഈ നാടിനെ കുറിച്ച് പറയാനുള്ളേ? മോദിക്കടെ 10-15 വർഷമായില്ലോ ഭരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ സംഭവം എന്താ അറിയോ? റൂം അങ്ങോട്ട്
കോഴിക്കോടാണ് സ്വച്ഛ് ഭാരത് മറ്റേ കല്ല് തറക്കല്ലിട്ട് ഇതാണ് ഗായ്സ് നമ്മുടെ റൂം. അടിപൊളി, ബഹുത് ബടിയാ. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ ഇവിടുത്തെ ഒരു പഞ്ചാബി ധാബയിൽ വന്നതാണ് കേട്ടോ. നല്ല ചൂട് കറിയും നല്ല റൊട്ടി. അപ്പോൾ നമ്മൾ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മള് കോട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മളിനി അജ്മീർ ലക്ഷ്യമാക്കിയിട്ട് യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ സമയം 6:55, 7 മണിക്കാണ് ട്രെയിന്. റെയിൽവേ സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് കാണാൻ കേട്ടോ. ഓക്കെ, ആണ് കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകൾ. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഓൺ ടൈമാണ്. ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ട്രെയിൻ പുറപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ട്രെയിൻ വന്ന് നിൽക്കുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 4ാമത്തെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ കോട്ട റെയിൽവേ സ്റ്റേഷൻ. നല്ല തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. ട്രെയിനുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ട്രെയിനിൽ നല്ല ചായ വന്നിട്ടുണ്ടോ? പാത്രത്തിലാണ് ചായ കൊടുക്കുന്നത്. എങ്ങോട്ട് പോലെ അടിപൊളി അടിപൊളി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ, ബ്രെഡും ജാം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലെ കിഷാൻഗർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മാർബിൾ ഡംപിങ് യാർഡ് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. ഓക്കെ, നമ്മൾ പ്ലാറ്റ്ഫോം 2ൽ നിന്നും വൈദ്യുതി ചെയ്യാതെ മുന്നോട്ട്. അപ്പോൾ നമ്മൾ മാർബിൾ ഡംപിങ് യാർഡിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ കിഷാൻഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 8-10 കിലോമീറ്റർ അകലെയാണ് ഈ മാർബിൾ ഡംപിങ് യാർഡ്. അങ്ങനെ നമ്മുടെ യാത്ര രാജസ്ഥാൻ്റെ തെരുവീതികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് മാർബിളിൻ്റെ വലിയ വലിയ മാർക്കറ്റുകളാണ് കേട്ടോ. ഈ പ്രദേശത്തിന് പറയുന്ന പേര് തന്നെ മാർബിൾ മാർക്കറ്റ് പ്രദേശം എന്നാണ്. ഇതൊക്കെ പൂർണ്ണമായിട്ടും മാർബിളുകളാണ്. മാർബിൾ മുറിച്ചെടുക്കുന്ന വലിയ കട്ടകളാണ് കേട്ടോ കാണുന്നത്. നമ്മളിവിടെ എത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഇവിടെ വന്നിട്ട് പെർമിഷൻ എടുക്കണം. വണ്ടിയുടെ നമ്പറും എത്ര ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കണം. എൻട്രി ഫീ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അതേപോലെ ഒരു എക്സിബിഷൻ ഹാളുണ്ട്. ഈ പ്രദേശത്തെ മുഴുവൻ മാർബിൾ കടകളുടെയും ഓഫീസ് അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ നമ്മളെ ഈ ഓട്ടോ കാക്ക പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇത്തരത്തിലുള്ള ഒരു എൻട്രി പാസ്സാണ് ലഭിക്കുക കേട്ടോ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് മുന്നിലേക്ക് പോകാൻ. വെൽക്കം ടു സ്നോ യാർഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് തമ്മിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് മാർബിളിൻ്റെ വലിയ കട്ടകളാണ് കേട്ടോ. മണവാല ഈ മാർബിൾ കട്ടകളാണ് പീസ് ആക്കിയിട്ട് നാട്ടിലേക്ക് വരുന്നത്. കട്ടിങ് അതിനുള്ളിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാർബിൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇവിടെ ഉള്ളതിൽ വെച്ച് വലിയ ഒരു കടയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഡംപിങ് യാർഡ്, മാർബിൾ ഡംപിങ് യാർഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് സന്ദർശകരുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മാർബിൾ ഡംപിങ് യാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. നല്ല വെയിലാണ്. ഒരുപാട് യാത്രികർ, സഞ്ചാരികൾ ഇവിടെ ഈ ഒരു സമയത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള മാർബിൾ ഡംപിങ് യാർഡിൻ്റെ ആദ്യ കാഴ്ചകൾ കേട്ടോ. ഒരുപാട് യാത്രികരുണ്ട്. ഒരുപാട് സ്ഥലത്തേക്ക് പരന്ന് കിടക്കുകയാണ്. പിസയാണ് ഓർഡർ ചെയ്തത്. പിസ ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രാജസ്ഥാനിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മാർബിൾ ശേഖരം. മാർബിൾ ഡംപിങ് യാർഡ്. പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന മാർബിളിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും കൊണ്ടുവന്ന് തള്ളിയിരുന്നൊരു സ്ഥലമാണിത്. ഈ സ്ഥലം രാജസ്ഥാനിൻ്റെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടത്തേക്ക് പ്രവേശനമുള്ളത്. പ്രവേശന ടിക്കറ്റോ മറ്റു കാര്യങ്ങളോ അങ്ങനത്തെ ഇതൊന്നുമില്ല. എൻട്രി ഫീ ഇല്ല. അവിടെ നമ്മൾ അത് ഇവരുടെ പിന്നെ ഒരു കമ്മിറ്റി പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പാസ് എടുക്കണം. നമ്മുടെ എത്ര ആളുകളുണ്ട്, അതുപോലെ തന്നെ എത്ര വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പാസ് എടുത്താൽ മതി. ബാക്കി പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരുപാട് കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഇത്തരത്തിലുള്ള കടകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ നമ്മളെ കൂടെയുള്ള ആളുകൾ പറഞ്ഞത് കേട്ടോ. മനോഹരമായിട്ട് നീല ജലാശയം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഷമീം, ഇത് സുഹൈൽ. നിങ്ങളിവിടെ നാട്ടിലൂടെ നാട്ടിൽ രാജസ്ഥാനാ? പൂർണ്ണമായിട്ടും വെള്ള നിറത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ ഒരു പ്രദേശം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പീക്ക് ടൈമും കൂടിയാണിത്. സമയം പറഞ്ഞാൽ 4 മണിക്ക് ശേഷം അതല്ല, തണുപ്പ് സമയത്ത്, തണുപ്പ് കാലത്ത് മാർച്ച് വരെ ഇവിടെ ഈ ഇത്രയും സഞ്ചാരികളൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള ഒരുപാട് സിനിമാ രംഗങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. ഈ മാർബിൾ ഡംപിങ് യാർഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു ടൂറിസ്റ്റ് കേന്ദ്രമോ മറ്റോ ഒന്നുമല്ല. പക്ഷേ എത്രയോ വർഷങ്ങൾ ഇത്തരത്തിൽ മാർബിൾ വേസ്റ്റുകൾ കൊണ്ട് ഇവിടെ നിക്ഷേപിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ കാണുന്ന രൂപത്തിലായി. അതിന് ശേഷമാണ് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ ജീപ്പ് സഫാരി, അതുപോലെ കുതിര, ഇതിലൊക്കെ കയറിയിട്ട് റൈഡിനൊക്കെ അവസരമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടുത്തെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ അടുത്ത കേന്ദ്രം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടാൻ പോവുകയാണ്. നമ്മുടെ യാർഡിൻ്റെ മുകളിൽ കൂടി ഫ്ലൈറ്റ് പറന്നു പോകുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. സമീപത്ത് അവിടുത്തെ വണ്ടിമ്മൽ പേര് ചെയ്തേ MI രാജസ്ഥാനോ. അങ്ങനെ നമ്മൾ ഈ മാർബിൾ മാർക്കറ്റിനോട് വിട പറയുകയാണ്. കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ പരന്ന് കിടക്കുന്ന മാർബിൾ കടകൾ, ഹോൾസെയിൽ ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അടക്കമുള്ള ആളുകൾ വന്ന് മാർബിൾ വാങ്ങി വീട് പണിക്ക് മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കടകളിലേക്ക് ഇത്തരത്തിലാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ലോറികളിലായിട്ടാണ് മാർബിൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫുള്ള് ഇരുവശങ്ങളിലും, റോഡിൻ്റെ ഇരുവശങ്ങളിലും പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ മാർബിളിൻ്റെ ഷോപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.